ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറേ നാളായല്ലോ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കുറച്ച് ബിസിയായി പോയി. അതാണ് വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത്. ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ നാട്ടിലുള്ളപ്പോൾ ചെയ്തൊരു ചെറിയ ട്രിപ്പിൻ്റെ വീഡിയോസാണ്. ഈ റൂട്ടൊക്കെ കാണുമ്പോൾ ഒത്തിരി പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമ്മൾ അതിരപ്പള്ളിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരമുള്ളൂ, 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂരിക്കും അതിരപ്പള്ളി വാഴച്ചാൽ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്കുള്ള ഈ റൂട്ട് തന്നെ അടിപൊളി വ്യൂ ആണ്. നമ്മൾ പോയത് ജൂലൈ മാസത്തിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോയ ദിവസം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് പോയത് വാഴച്ചാൽ കാണാനാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് സിസ്റ്ററും കുട്ടികളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് പോയതാണ്. വാഴച്ചാലിൽ ചെറിയ പാർക്കൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മഴ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒന്നിലും കളിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോറിനേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ അവരൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു. ഈ ടൈമിലൊക്കെ വരുന്നവരെന്തായാലും കയ്യിൽ കുട പിടിക്കണം. കാരണം മഴ ഉള്ളപ്പോൾ നമുക്ക് കയറി നിൽക്കാൻ വേറെ ഷെൽട്ടറും കാര്യങ്ങളൊന്നും അവിടെ കാര്യമായിട്ടില്ല. മഴ ഉള്ള ടൈം ആയതുകൊണ്ട് തന്നെ വാട്ടർഫോളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെള്ളം ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ കുതിച്ച് ചാടി വരുന്നത്. അസ്മിയും ഐസാനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അവരാദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1 വീക്കോളൊക്കെ ആയിട്ട് നല്ല മഴ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ മഴ ഉണ്ടായിട്ട് നമ്മൾ ഇത്രയും പേർക്ക് 2 കുടയായിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മഴ ആയതുകൊണ്ട് തന്നെ തണുപ്പും തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സിനൊക്കെ നിൽക്കാനായിട്ടുള്ളൊരു ചെറിയ വീട് പോലെ കെട്ടിയേക്കണതാണ്. ഇങ്ങോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ് എല്ലായിടത്തും. അപ്പോൾ എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറാണ്. വാ വാ വാ. നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ പിന്നെ അതിരപ്പള്ളി പോവാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് കാണാൻ പറ്റുന്നതാണ് കുരങ്ങന്മാർ. ഒത്തിരി പേരുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു വാഴച്ചാലിൽ കുറവാണ്, അതിരപ്പള്ളിയിലാണ് ഒത്തിരി ഉള്ളത്. കുട്ടികളപ്പോൾ മങ്കീനെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. വാഴച്ചാലിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം തന്നെ ഉണ്ടാവുള്ളൂ അതിരപ്പള്ളി ഭാഗത്തോട്ട്.
ഷൈന ഡ്രൈവർ ഡ്രൈവർ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള യാത്രയും നല്ല രസമാണ് കേട്ടോ. ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചാലക്കുടി നമുക്ക് വരുന്ന വഴിക്ക് തന്നെ അവിടെ വാഴച്ചാൽ, അതിരപ്പള്ളി കൂടാതെ പിന്നെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയും തൂക്കുപാലവും പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടൊന്നും കയറിയില്ല, മഴ ആയതുകൊണ്ട് നേരെ വാഴച്ചാൽ, അതിരപ്പള്ളി പോരായിരുന്നു. ഇത് നമ്മൾ വാഴച്ചാലിന് അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് കണ്ട ചെറിയൊരു വാട്ടർഫോളാണ് കേട്ടോ, റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കാറൊക്കെ സൈഡിൽ പാർക്ക് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവാണ്ട് വരാൻ ശ്രദ്ധിക്കുക. കാരണം വൈകിട്ട് ഒരു 5 o'clock ആകുമ്പോൾ തുടങ്ങിക്ക് തോന്നുന്നു വണ്ടികൾക്കൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉള്ളിൽ നിന്ന് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ആ ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോലീസ് അങ്ങോട്ട് കടത്തി വിടില്ല. ഈ അതിരപ്പള്ളി വാഴച്ചാൽ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ബോർഡർ എനിക്ക് തോന്നുന്നു വാൽപ്പാറ ആ ഭാഗത്തോട്ടാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോവാൻ ഒരു 5 മണിക്ക് ശേഷം നമുക്ക് പറ്റില്ല. പിന്നെ നമ്മൾ വാഴച്ചാലിൽ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്ത് അതിരപ്പള്ളിയിലോട്ടും കയറാൻ പറ്റും. അവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു ടിക്കറ്റ് എടുക്കേണ്ട, 2 സ്ഥലത്തോട്ടും കൂടി ഒരു ടിക്കറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തി. നമ്മൾ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലോട്ട് നടന്നു പോവാണ്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഉള്ളിലോട്ട്. ഈ ടൈമിൽ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവർ നമ്മൾ പിന്നെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവർ സൈഡിൽ ഇങ്ങനെ ഒരു വേലി പോലെ കെട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും നമ്മൾ കടക്കാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ കടന്ന് എനിക്ക് തോന്നുന്നു 2000 രൂപ എത്രയോ ഫൈൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് എത്തി. കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. പുറത്ത് നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക്. പക്ഷെ നമുക്ക് എത്ര വന്നാലും വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ്. കാരണം അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാട്ടർഫോളാണ് കേട്ടോ അതിരപ്പള്ളി. ഇവിടെയും നമുക്ക് കടക്കാനായിട്ടും ഒക്കെ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ആ കെട്ടിയ വേലിയൊക്കെ കുറേ ഡാമേജായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലോട്ടൊന്നും ആർക്കും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അതിനൊക്കെ അവർ റെസ്ട്രിക്റ്റ് ചെയ്തേക്കാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങണത് തന്നെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ബെസ്റ്റ് ഒരു സ്പോട്ടാണെന്ന് നമ്മൾ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പൊരിക്കലും ഇവിടെ വന്നപ്പോൾ രാവൺ സിനിമയുടെ ഷൂട്ടിങ് അന്ന് നടക്കായിരുന്നു. അന്നപ്പോൾ ഇവിടെ ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചൻ, വിക്രം, അങ്ങനെ ഒരുപാട് ആൾക്കാർ അന്ന് ആ ഷൂട്ടിങ്ങിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങളായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞങ്ങൾ വന്നപ്പോഴാണ്.
കുട്ടികളപ്പോൾ പോയിട്ട് ചിപ്സും വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ. അതിന് പറ്റിയ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഐസ്ക്രീം അങ്ങനത്തെയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ വേസ്റ്റൊന്നും അവിടെ ഇവിടെ ഒന്നും ഇടാൻ പാടില്ല. അതിനായിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവർ വെള്ളം തരുന്ന ആ ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കണം അവർ 5 റുപ്പീസ് എത്രയും നമുക്കത് തിരിച്ചു തരുമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ വേറെ എവിടെയും ഇടാണ്ട് അവിടെ തന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് കൊടുത്താൽ. പിന്നെ നമ്മൾ ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. അങ്ങോട്ടേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങോട്ടേക്കുള്ള വ്യൂ ആണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ശരിക്കുള്ള വ്യൂ പോയിൻ്റ്. ഇതാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് കുറച്ചധികം നടന്ന് പോവാനുണ്ട്. ഒറ്റ ക്ലിപ്പ് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും തുടങ്ങിയിട്ട് ഐസാൻ കണ്ട താഴോട്ട് ഫുള്ള് നടന്നു പോയി വന്നിട്ട് തണുത്ത് വിറച്ചിട്ട് ഇരിക്കുകയാണ്. അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇവിടെ നമ്മളിരിക്കുമ്പോൾ കുരങ്ങന്മാർ ഒത്തിരി ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐസ്ക്രീം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ തട്ടിപ്പറിച്ച് വേഗം മേടിക്കും കേട്ടോ. പിന്നെ വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. വൈകിട്ടൊരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ. എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.